ഒരു ദിവസം ഞാൻ പുള്ളിനെ കണ്ട വെച്ച് പുതിയ ഒരു കോഡ്, ഞാൻ ഈ ഒരു സബ്ജക്ട് എടുക്കുന്നു, അവിടെ എന്തെങ്കിലും ഒരു കോഡ് എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു കോഡ് ഉണ്ട് സാർ, പക്ഷെ സാറിനോട് പറയാൻ പറ്റില്ല സാർ. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾ ഞാൻ ഒരിക്കല് ചിന്തിച്ച കാര്യം ടീച്ചറെ, എന്റെ വീട്ടുകാരെക്കാൾ ടെൻഷനാണല്ലോ ഇവർക്ക്, നാട്ടുകാർക്ക്. അതന്നെ, എന്തോ സാറ് ലൈവിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാറെ പഠിച്ചെല്ലാം മറന്നു പോണോ? പഠിക്കുമ്പോൾ മറക്കുമ്പോൾ വീണ്ടും പഠിക്കും, വീണ്ടും മറക്കും, വീണ്ടും പഠിക്കും. അത് തന്നെ പഠനം. അപ്പൊ ഇന്ന് ജിതിൻ സാറും ഞാനുമായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളൊരു കണ്ടന്റ് വീഡിയോ അല്ല, പക്ഷെ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് സാർ, നമ്മളിപ്പോൾ ഇഷ്ടം പോലെ ബാച്ചസ് ഒക്കെ ആരംഭിക്കുന്നുണ്ട്, LGS ആയാലും LDC ആയാലും ഡിഗ്രി ആയാലും. പക്ഷേ ശരിക്കും കൺഫ്യൂഷനുള്ള ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്, പഠിച്ചെത്തുമെന്തോ ജോലി കിട്ടുമെന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ കൊണ്ട് പഠിക്കാനും പറ്റുന്നില്ല. ശരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ, സാറിന്റെ ഒക്കെ ഒരു റിയൽ ലൈഫിലെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാൻ നോക്കുമ്പോഴൊക്കെ സാറ് പലപ്പോഴും കാമാണ്, എപ്പോഴും കാമായിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കും അത്? ടെൻഷൻ മാറ്റുക എന്ന് പറയുന്നത് എനിക്ക് സീസണലി ഡിപ്പെൻഡ്, എനിക്ക് സ്ഥിരമായിട്ടൊരു രീതിയില്ല. ഓക്കെ, ഞാൻ ഓരോ സീസൺ അനുസരിച്ച് എന്റെ ടെൻഷൻ മാറ്റുന്ന രീതി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. ഡിപ്രഷൻ സ്റ്റേജിലും തീർച്ചയായിട്ടും. ഞാൻ ഒരു കാലത്ത് ഞാൻ ഡിപ്രഷൻ എന്ന് പറയുന്ന വേർഡ് കേട്ടപ്പോൾ ഞാൻ കരുതി ഇതൊരു അസുഖമാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മനസ്സിലായി. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ അവിടെ എത്തും, സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഏരിയയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. തീർച്ചയായും ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു നിമിഷത്തില് അത്തരം ഒരു സിറ്റുവേഷനിൽ എത്താറുണ്ട്, സ്വാഭാവികമാണ്. ചിലപ്പോൾ അത് ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, മെന്റലി ഏതൊരാൾക്കും ഈ ഒരു അവസ്ഥ വന്നേക്കാം. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ സ്ഥിരമായിട്ടൊരു രീതിയിലൂടെ അത് മാറ്റാറില്ല. ചില സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നത് മാറ്റാറുണ്ട്. സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് എന്റെ ഞാൻ കാണുന്നതിൽ ഏറ്റവും വലുത് എക്സ്ട്രീം. കാരണം നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. വേറൊരാൾക്കാണെങ്കിൽ അത് ടെമ്പററി സൊല്യൂഷൻ ടെമ്പററി ആയിരിക്കും. കാരണം മറ്റൊരാള് സജസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടിലൂടെയുള്ള കാര്യമാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പം അത് ശ്രോതാവിന് ചിലപ്പോ ആ ഒരു പാത്തിലൂടെ ആയിരിക്കില്ല അയാൾക്ക് കംഫർട്ട് ആവുന്നത്. സോ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് മാത്രം മറ്റു സാധ്യതകളിലേക്ക് ചിന്തിക്കുക. ചിലർ പറയും ഒരു യാത്ര പോയാൽ എന്റെ പ്രശ്നം തീരും, ചിലർക്ക് ബുക്ക് വായിക്കുന്നതായിരിക്കും. ഭക്ഷണം കഴിച്ചാൽ പോലും നല്ല ഒരു സ്ഥലത്ത് പോയിട്ട് നല്ല ഗംഭീരമായിട്ടൊരു ഭക്ഷണം കഴിച്ചാൽ ടെൻഷൻ ഫ്രീ ആവുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഞാനും ആ ഒരു രീതി ചെയ്തിട്ടുണ്ട്. കാരണം ടെൻഷൻ ആകുമ്പോൾ പോകുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നത്. ചിലർക്ക് ഭക്ഷണം ഇറങ്ങൂല ടെൻഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പൊ സാറ് പറഞ്ഞ പോലെ ആപേക്ഷികമാണ്, ഓരോരുത്തർക്കും അവരുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആ മൂഡ് ഓഫ് മാറ്റിയെടുക്കുന്ന വിധം. തീർച്ചയായിട്ടും കുട്ടികൾ ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ലൈവ് ക്ലാസ് പോകുമ്പോൾ അവിടെ കമന്റ് ചെയ്യാറുണ്ട്, അതായത് ടെൻഷനാണ് സാർ, ടെൻഷൻ സാർ, എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എനിക്കറിയുന്ന രീതികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ടീച്ചർ എന്തായിരിക്കും പിള്ളേരോട് പറയുന്നത്? എനിക്ക് അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ ഒന്ന് വായിക്കും. അപ്പൊ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ബുക്കുണ്ട്, ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട്. സീക്രട്ട് ബുക്കിൽ ഒരു കാര്യം പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ഈ ചിന്താധാരയുണ്ടല്ലോ, അത് ഓരോ തോട്ട്സും നമ്മളിൽ നിന്നും പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും അത്രേ, പ്രപഞ്ചത്തില്, നാച്ചുറല്. അതാണ് നമ്മുടെ ലൈഫിൽ കുറേ ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മളൊരു സന്ദേഹത്തോടെ കിട്ടുമെന്തോ, ഇത് നടക്കുമെന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആശങ്കപ്പെടുമ്പോഴേ നമ്മളെ ലൈഫിൽ അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും എന്ന് പറയും. തീർച്ചയായിട്ടും. ഞാൻ ടീച്ചർ പറഞ്ഞു വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയട്ടെ. പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ബുദ്ധന് ചുറ്റും ഒരു വലയമുണ്ട്, ഒരു ഓറയുണ്ട്. അതിൽ നിന്ന് എനർജി പുറത്തേക്ക് പാസ് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റും, ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഒരുതരം ലോ ഓഫ് അട്രാക്ഷൻ. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് വീണ്ടും കുറച്ച് പ്രായം കൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ വളർന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഇത് ബുദ്ധന് ചുറ്റും മാത്രമല്ല, ഇതെല്ലാ വ്യക്തികൾക്ക് ചുറ്റും എന്തുണ്ട്, ഈ ഒരു വലയുണ്ട്. കാരണം അവരിൽ നിന്ന് ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം റെയ്ക്കി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ കുറിച്ചൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റി. അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഈ സുഹൃത്ത് ഏത് സമയവും കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എപ്പോഴും പോസിറ്റീവായിട്ട് എപ്പോഴും തമാശയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ മൂഡിലേക്ക് വരും. കാരണം അയാളെ കാണുമ്പോഴേക്കും നമ്മൾ പോസിറ്റീവ് ആവും. സത്യമാണത്. മറ്റൊരു സുഹൃത്ത്
എപ്പോഴും സങ്കടങ്ങൾ മാത്രം, ദുരിതങ്ങൾ മാത്രം പറയുന്ന ഒരു സുഹൃത്താണെങ്കിൽ നമ്മൾ അയാളെ കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് പോയിട്ടുണ്ടാവും. തീർച്ചയായും. അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. അതെ, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നത് ചുറ്റുപാടേക്ക് വ്യാപിക്കും. മറ്റുള്ളവർ ചിന്തിക്കുന്നത് നമ്മളിലേക്കും വ്യാപിക്കും. നമ്മുടെ ചിന്ത മാത്രമല്ല, നമ്മൾ ആരുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അതും ഒരു ഫാക്ട് തന്നെയാണ് അല്ലേ? അതെ, കൃത്യം പറഞ്ഞാൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ ആ പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വലിയ ഒരു ടാസ്ക് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യത്തിലാണ് കുട്ടികൾ. ഇപ്പം LDC, LGS അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ്, ഇതിനെല്ലാത്തിനും ഒരേ സ്ട്രാറ്റജി വേണോ? അതെ, എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു? ഈ 3 പരീക്ഷകൾ പറയുമ്പോൾ LGS, LDC, ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുമ്പോൾ 3 തലത്തിലുള്ള പരീക്ഷകളാണ്. ആഴം വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ആ വ്യത്യാസം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം അവസാനമായിട്ട് നടന്ന നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് സ്റ്റേജ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ചില സബ്ജക്റ്റിന് ഡെപ്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ്. LGS ആശങ്കപ്പെടുത്തിയില്ല, പ്രശ്നമാക്കിയിട്ടൊന്നുമില്ല. അപ്പം ഡിഗ്രി ലെവലിലേക്ക് പോകുന്ന സമയത്ത് ചോദ്യത്തിന്റെ നിലവാരം നല്ലപോലെ കൂടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പം ഒരു ഉദ്യോഗാർത്ഥി പഠിക്കാൻ ഇറങ്ങി തിരിക്കുമ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു സിലബസ് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക, മേശപ്പുറത്ത് വെക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ സിലബസ് എടുത്ത് വെക്കുക. ആ സിലബസ് ഒന്ന് പഠിക്കണം അല്ലേ? സിലബസ് ആദ്യം പഠിക്കണം. എന്താണ് PSC ചോദിക്കുന്നത്? ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്ക് ഡിഗ്രി മെയിൻസിനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനത്തെ സംഭവം. അപ്പൊ അതെന്താണെന്ന് പോലും അറിയാതെ ഡിഗ്രി മെയിൻസിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളും ഉണ്ട്. അപ്പൊ അതുവരെ അവര് ശീലിച്ചതല്ലെന്ന് തോന്നുന്നു ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഭവം. ഇല്ല, അപ്പം ആ സിലബസ് ആദ്യം നമ്മൾ ഉൾക്കൊള്ളുക. ആ സിലബസിലൂടെ വേണം പഠിക്കാൻ എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടേതായിട്ട് വേറൊരാളിനെ ഇമിറ്റേറ്റ് ചെയ്യരുത്. കാരണം ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എളുപ്പമുള്ള സബ്ജക്ട് ഉണ്ടാവും, ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ടൈം ടേബിൾ. കാരണം ചില ആളുകൾ ഉണ്ടാവാം മാത്സ് വളരെ എളുപ്പമായിരിക്കും, അവർക്ക് ഒരുപാട് സമയം ആവശ്യമില്ല. പക്ഷെ മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് മാത്സ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടതാണ്. മലയാളത്തിന്റെ കാര്യം, മലയാളം ഇംഗ്ലീഷും ചിലർക്ക് പ്രയാസം, എന്നാൽ മാത്സ് അവർ ഓക്കെയാണ്. നേരെ തിരിച്ചും വരും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, അവരുടെ പഠനം അങ്ങനെ ആക്കുക. തീർച്ചയായിട്ടും. കാരണം ഒരു എക്സാമില് പലരും പല മേഖലയിലൂടെ കടന്നു പോയിട്ട് അവസാനം ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തവരുണ്ട്. എന്നാൽ ഒരുപാട് ആൾക്കാർ പ്ലാനിങ്ങിന്റെ പ്രശ്നമാണ്. പക്ഷെ ചില ആളുകള് ചുരുങ്ങിയ സമയം മാത്രമേ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ, പക്ഷെ നല്ലപോലെ സ്കോർ ചെയ്യുന്നു. അപ്പം അവരെ ഒബ്സർവ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സയൻസ് ഈ സബ്ജക്റ്റുകൾക്കാണ് അവര് ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം, അതായത് സ്റ്റാർട്ടിംഗ് ഏരിയ, അതായത് ചിലപ്പോൾ മോർണിംഗ് സെഷനിൽ പഠിക്കുവാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതൊക്കെ മോർണിംഗ് സെഷനിലേക്ക് കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെഷൻ കറണ്ട് അഫെയറിന് വേണ്ടി മാറ്റി വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കറണ്ട് അഫെയർ പഠിക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. കാരണം കറണ്ട് അഫെയർ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന മണ്ടത്തരം എക്സാമിനോട് അനുബന്ധിച്ച് കറണ്ട് അഫെയർ പഠിക്കുക നിൽക്കില്ല, ഒരു കാരണവശാലും നിൽക്കില്ല. കാരണം കറണ്ട് അഫെയർ എല്ലാ ദിവസവും ചെയ്ത് സമയം കറണ്ട് അഫെയറിന് മാറ്റി വെക്കണം. 20ഓളം മാർക്ക് വരുന്ന ഭാഗമാണ്. അതെ, അത്രയും വൈഡ് ഏരിയ ആണ്. അതെ, പിന്നെ പല സബ്ജക്റ്റുകളിലും ഇത് സ്പ്ലിറ്റ് ആയി വരും അല്ലെ കറണ്ട് അഫെയർ? തീർച്ചയായിട്ടും. ഓരോ ഏരിയയിൽ നിന്ന്, സ്പോർട്സിൽ നിന്ന് വരുന്നതുണ്ട്, മിനിസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ISRO പ്രൊജക്ടുകൾ, സാഹിത്യത്തിലേത് പുതിയ അവാർഡ്സ്. അപ്പൊ അത് എല്ലാ ദിവസവും ഒരു സമയം, ഒരു ലിമിറ്റഡ് ടൈം കറണ്ട് അഫെയറിന് വേണ്ടി മാറ്റി വെക്കണം. പിന്നെ രാത്രി നമ്മള് PYQ സെഷൻ എടുത്താലോ? രാത്രി ടൈമൊക്കെ രാത്രി PYQ നിർബന്ധമാണ്. കാരണം നമ്മൾ ഇതിലൊരു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മള് സിലബസ് കണ്ടെത്തി, ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തു. തേർഡ് സ്റ്റേജ് PYQ നിർബന്ധമാണ്. ഒരു 5-10 വർഷത്തെ PYQ കംപ്ലീറ്റ് ചെയ്യുക. കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നടന്ന PSC പരീക്ഷകൾ അങ്ങനെയാണ്. പിന്നെ പല കുട്ടികളും പറയുന്നതാണ്,
നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ മറന്നു പോന്ന്. ഞാനും കേട്ടിട്ടുണ്ട്. അതെ, നമ്മള് ഇതും കമന്റിലൂടെ കാണും. അതെ അതെ, ഫുള്ള് മറന്നു ഒരു പുക പോലെ എന്നൊക്കെ. അതിന് കോഡുകളൊക്കെ സഹായിക്കും അല്ലേ? തീർച്ചയായിട്ടും. കോഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അത് ഡിപ്പെൻഡബിൾ ആണ്. ചില ആളുകൾ കോഡ് യൂസ് ചെയ്യത്തില്ല, അതും കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ കോഡ് ഒരു പരിധി വരെ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ, അതായത് ഓപ്ഷൻസ് കാണുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കോഡ്. ചില കഥകള് അല്ലേ, ടിപ്സ്, അതും ഈ പറഞ്ഞ ഡിപ്പെൻസ് ആണ്. ഞാൻ ഒരു സ്റ്റുഡന്റ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം പുള്ളി കോഡിന്റെ ആളാണ്, കോഡ് മാസ്റ്റർ എന്നൊക്കെയാണ്, കോഡ് മാസ്റ്റർ എന്നൊക്കെയാണ് പുള്ളിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓരോ ദിവസം ഞാൻ ചോദിക്കും പുതിയ വല്ല കോഡ് നിനക്ക് കിട്ടിയോ? അപ്പം പുള്ളി പറയും ഇങ്ങനെ ഈ ഒരു സാധനത്തിന് ഒരു പുതിയ കോഡ് കിട്ടി, അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ്. ഒരു ദിവസം ഞാൻ പുള്ളിനെ കണ്ടു വെച്ചു, പുതിയ ഒരു കോഡ്, ഞാൻ ഈ ഒരു സബ്ജക്ട് എടുക്കുന്നു, അവിടെ എന്തെങ്കിലും ഒരു കോഡ് നിനക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു കോഡ് ഉണ്ട് സാർ, പക്ഷെ സാറിനോട് പറയാൻ പറ്റില്ല സാർ. അങ്ങനത്തെ കോഡുകളും ഉണ്ട്. അതെ, അതായത് അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താ, അല്ല സാറിനോടുള്ള ബഹുമാനം കൊണ്ടാണ് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അയാൾ ഓക്കെയാണ്. അപ്പൊ അയാൾ പറഞ്ഞു സാറൊന്നും വിചാരിക്കരുത്, കാരണം എനിക്കത് ഓർത്തിരിക്കാൻ എനിക്ക് പറ്റില്ല, അത്രേ ഉള്ളൂ. അതാണ് അങ്ങനെ ഓരോരുത്തർ അങ്ങനെ, അതൊരു സ്ട്രാറ്റജിയാണ് അല്ലേ? നമ്മള് അത്ര അങ്ങോട്ട് ഫേമസ് ആവാത്തൊരു കോഡ് നമ്മൾ തന്നെ ഉണ്ടാക്കും, നമ്മളിലേക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അതെ 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 അതെ, അങ്ങനെ ഒരു ഇതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ ഒക്കെ കടന്നു വന്നിട്ട് പിന്നെ വേണ്ടത് സാറ് പറഞ്ഞ പോലെ ഒരു സെൽഫ് മോട്ടിവേഷൻ പ്ലസ് ഉദ്യോഗാർത്ഥികള് ഏറ്റവും കൂടുതൽ പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് സിലബസും നോട്ടും, അതുപോലെ സ്വന്തമായിട്ട് നോട്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതിനൊരു ക്ലൈമാക്സ് അവരുടെ കയ്യിലില്ല. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ റിവിഷൻ മനസ്സിലായി. ഇപ്പൊ 6 ദിവസം നമ്മൾ പഠിക്കുന്നു, നല്ല കറക്റ്റ് പഠിച്ചു വന്നിട്ട് 7ാം ദിവസം അത് റിവിഷൻ ചെയ്യുന്നില്ല. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല. അതാണ് കാരണം പലരും പറയുന്നത്, സാർ ഞാൻ ഇന്നലെ 3 മണി വരെ ഇരുന്ന് പഠിച്ചു, പുലർച്ചെ 3 മണി വരെ ഇരുന്ന് പഠിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് മറന്നു പോകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ മനുഷ്യരുടെയും ബുദ്ധിശക്തി ഒരുപോലെയാണ്. എല്ലാവരുടെയും ബുദ്ധിശക്തി ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഏതൊരു കാര്യവും ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മളത് പഠിച്ചു എന്ന് പറയാൻ പാടില്ല. ആദ്യമായിട്ടൊന്ന് കേട്ടു, വീണ്ടും അത് കേൾക്കുമ്പോൾ രണ്ടാമതായിട്ടൊന്ന് കേട്ടു, 3ാമത് കേൾക്കുന്നു, 4ാമത് കേൾക്കുന്നു, 5ാമത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും എനിക്കിനി അത് കേൾക്കണ്ട, എനിക്കത് കേട്ട് മടുത്തു. അതാണ് പഠനം. കേട്ട് മടുത്തു എന്ന് പറഞ്ഞ അവസ്ഥയാണ് പഠനം. 1ാമതോ 2ാമതോ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും അത് പഠിച്ചു കഴിയുന്നില്ല. ആ മടുക്കുന്നത് വരെയുള്ള പ്രോസസ്, അതാണ് റിവിഷൻ എന്ന് പറയുന്നത്. ആവർത്തനങ്ങളിലൂടെ മാത്രമേ ഏതൊരു ഫാക്റ്റും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ CEO ഡോക്ടർ അനന്തു സാർ പറഞ്ഞിട്ടുണ്ട്. എന്തോ സാറ് ലൈവിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാറേ പഠിച്ചെല്ലാം മറന്നു പോണ? പഠിക്കുമ്പോൾ മറക്കുമ്പോൾ വീണ്ടും പഠിക്കും, വീണ്ടും മറക്കും, വീണ്ടും പഠിക്കും. അത് തന്നെ പഠനം. ശരിക്കും അത് തന്നെയാണല്ലേ, റിപ്പീറ്റ് അടിച്ച്. തീർച്ചയായിട്ടും റിപ്പീറ്റേഷനിലൂടെ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് പൂർണ്ണമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ഏതൊരാൾക്കും സാധിക്കുന്നതാണ്. പിന്നെ പുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പുതിയതായിട്ട് വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും അവരെ നെഗറ്റീവ് ചിന്തകളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഇത് ഞാനൊക്കെ PSC പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ പഠനം കഴിഞ്ഞു PSC മേഖലയിലേക്ക് വന്ന സമയത്ത് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾ ഞാൻ ഒരിക്കല് ചിന്തിച്ച കാര്യം ടീച്ചറെ, എന്റെ വീട്ടുകാരെക്കാൾ ടെൻഷനാണല്ലോ ഇവർക്ക്, നാട്ടുകാർക്ക്. അതന്നെ തീർച്ചയായിട്ടും. നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഒന്നും അവര് തരൂല. അല്ല നമ്മൾ എന്ത് ചെയ്യണം, ഒന്നില് കല്യാണം കഴിക്കണം, അല്ലെ നമുക്ക് ജോലി കിട്ടണം, അതൊക്കെ അവര് ഡിസൈഡ് ചെയ്യും. അതൊരു അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ യുവതലമുറ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. പക്ഷെ അവര് ചിന്തിക്കേണ്ട ഒരു കാര്യം, സമയമെടുക്കും, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പാരന്റ്സും അത് ചിന്തിക്കണം. ഒരു പരിധിക്കപ്പുറം ഈ PSC വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് സമ്മർദ്ദം കൊടുക്കരുത്. സമ്മർദ്ദം ഒരിക്കലും കൊടുക്കരുത്. കാരണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ നാളെ രാവിലെ 3 മണിക്ക് നമുക്ക് എഴുന്നേൽക്കണം. 3 മണിക്ക് എന്തിനാ എഴുന്നേൽക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കാൻ വേണ്ടി രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് അലാറം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിയുന്നത് പോലും നമ്മൾ അറിയത്തില്ല. പക്ഷെ 3 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവാന്ന് പറഞ്ഞാൽ 2:30 ആകുമ്പോൾ നമ്മൾ എണീക്കും. അതാണ് മൈൻഡ് സെറ്റ്. കാരണം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്
ഒരു കാര്യത്തെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ അതെ അലാറം വെക്കാതെ നമുക്ക് അത് സെറ്റ് ആക്കാൻ പറ്റും. ഇഷ്ടത്തോടെ ചെയ്യണം അല്ലേ, കഷ്ടപ്പെട്ട് ചെയ്യരുതെന്ന് പറയും APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ. അതായത് സ്വപ്നങ്ങൾ കാണണം, അതിന്റെ ബാക്കി ആരും ശ്രദ്ധിക്കാറില്ല. അതെ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അതന്നെ. സ്വപ്നം ദൃഢമാണെങ്കിൽ ഉറക്കം വരില്ല. എത്ര ഡിമോട്ടിവേഷൻ വെളിയിൽ നിന്ന് വന്നാലും ആ നെഗറ്റീവ് എനർജി നമ്മളെ നമ്മുടെ മൈൻഡിൽ ഈ ഒരു ചിന്ത മാത്രമേ മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് ക്ഷമയും അല്ലേ, അതെ തീർച്ചയായിട്ടും കാത്തിരിപ്പും ഒക്കെ വേണമല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെഷൻ ആവശ്യമാണെന്ന് തോന്നി സർ. കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, റിവിഷൻ കൊടുക്കുന്നുണ്ട്, എക്സാം ചെയ്യുന്നുണ്ട്, കുട്ടികൾ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്കൊരു പരിമിതി ഉണ്ട്. അവരെ കാണാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരുപാട് പേര് കരയുന്നുണ്ട് പുറത്തു നിന്ന് ഈ ഒരു ടെൻഷൻ കൊണ്ടേ. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു കാര്യമായിട്ട് സാറും അല്ലേ ആ ഒരു ചേർത്ത് പിടിക്കൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും വരാൻ പോകുന്ന LDC LGS പരീക്ഷകളില് മികച്ചൊരു വിജയം നേടാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് LDC ബാച്ച്, LGS ബാച്ച്, പിന്നെ ഇതിന്റെ കോംബോ ബാച്ച് ഉണ്ട്. 2 എക്സാമും ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കോംബോ ബാച്ച് ഉണ്ട്, ഡിസ്കൗണ്ട് ലഭ്യമായിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. അതെ, അവസാനമായിട്ട് എന്താ ക്ലാസ് മുറികളിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കല്ല, ഒരു എൻ്റയർ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എവിടെ തളർന്നു പോകുന്ന അവിടെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തരാനും, അതായത് എല്ലാ നോട്ട്സും എക്സാംസും എല്ലാം, ഇപ്പൊ പ്രിന്റഡ് നോട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ മലയാളം ഇംഗ്ലീഷും ഒക്കെ ആണെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഉൾപ്പെടെ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള LDC LGS നിങ്ങൾ തീരുമാനിക്കുക, എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. മറക്കണ്ട, ഓഗസ്റ്റ് 12-ാം തീയതി. ഒരു കാര്യവും കൂടെ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ തീരുമാനിക്കുക, വിജയിക്കണമോ പരാജയപ്പെടണമോ. വിജയിക്കാനുള്ള തീരുമാനവുമായി നിങ്ങൾ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് മുറിയിൽ കാണാം.